ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നൈസ് പത്തിരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പലഹാരത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പത്തിരിപ്പൊടികളൊക്കെ പുഴുങ്ങിയെടുക്കാൻ നേരത്ത് നമ്മൾ തവി വെച്ചിട്ടാണ് അത് ചെയ്യൽ. അപ്പോൾ പത്തിരി പൊടിയിൽ നമ്മുടെ അരിപ്പൊടിയിൽ പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തവി വെച്ചിട്ടാണെങ്കിൽ വലിയ വലിയ കട്ടകളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു അരിപ്പൊടിയൊക്കെ കുഴഞ്ഞിട്ടായിരിക്കും വരൽ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിതുപോലെ വിസ്ക് യൂസ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്കത് പുഴുങ്ങിയെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വിസ്കൊക്കെ സാധാരണ എല്ലാവരും മിക്സിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അരിപ്പൊടിയൊക്കെ ഇതാക്കാനായിട്ട് എല്ലാവരും തവിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാണൽ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വിസ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഒട്ടും വലിയ വലിയ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ആ ഒരു പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇളം ചൂടുള്ള ടൈമിൽ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് മാവ് കിട്ടുന്നതാണ്. ഇനി പലരും പറയുന്നതാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ പരത്താൻ നേരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാവൊക്കെ ഡ്രൈ ആയി പോയിട്ട് നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കില്ല ഈ ഒരു മാവ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ആ ഒരു വെള്ളം തിളപ്പിക്കുന്ന ടൈമിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു മാവ് ഫുള്ള് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു നോമ്പിൻ്റെ ടൈമിലൊക്കെ ഒന്നിൽ കൂടുതൽ പലഹാരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ടൈമില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഇല്ല, അപ്പോൾ സെയിം ഇൻഗ്രീഡിയൻറ്റ് പല പലഹാരത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു ടൈമില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ വെച്ചിട്ടാണ്, തേങ്ങ കോമൺ ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഒരു സോൾട്ടായിട്ടുള്ളൊരു സ്നാക്കും അതുപോലെ സ്വീറ്റായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ആ ഒരു മാവില്ലേ നമ്മൾ കവറിങ്ങിന് യൂസ് ചെയ്യുന്ന മാവ് സെയിം ആണ് എടുത്തിട്ടുള്ളത്. തേങ്ങ വെച്ചിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള മാവ് തന്നെയാണ് രണ്ടിനും നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ വെച്ചിട്ടുള്ളത് നമ്മൾ ഫിഷാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് ഉപ്പിലേക്ക്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സ്വീറ്റ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോമൺ ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ട് അതുപോലെ കവറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് പലഹാരവും ഒരുമിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കട്ട്ലറ്റൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് റോളും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു എക്സ്ട്രാ പൊട്ടാറ്റോസൊക്കെ പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആ ഒരു എക്സ്ട്രാ പുഴുങ്ങിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അത് റോളായിട്ടും കൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സെയിം ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് പല ടൈപ്പിലുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി നമ്മൾ ചെറിയ കിച്ചണൊക്കെ ആണെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോമ്പിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓരോ ഐറ്റംസും നമുക്ക് ചെയ്തെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലാത്ത സമയത്താണെങ്കിലും ചപ്പാത്തി കാര്യങ്ങളൊക്കെ പരത്തുമ്പോൾ ഇതുപോലെ ക്ലോത്തൊക്കെ വിരിച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ഡേയിൽ നമ്മുടെ കൗണ്ടർ ടോപ്പൊന്നും മെസ്സി ആവാതെ അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ്ങിനൊന്നും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ക്ലീനായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു ക്ലോത്തിൽ ഡേർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുത്താൽ തന്നെ മതിയാകും. ചപ്പാത്തിയൊക്കെ പരത്താനായിട്ടൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിൽ ഡസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു ക്ലോത്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തികേടാവാതെ തന്നെ നമുക്ക് എല്ലാ ജോലികളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ആ ഒരു ഡീപ്പ് ഫ്രൈ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്നാക്സ് പൊരിച്ചതിന് ശേഷം നമ്മളത് ആ ഒരു ഓയിൽ ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ് മസ്റ്റായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഡായിട്ടുള്ള പാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓയിൽ വേസ്റ്റേജ് വരുന്നതാണ്. ഇനിയിപ്പോൾ ഷാലോ ഫ്രൈസ് ഒക്കെ ആണെങ്കിൽ പരന്ന പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാകും. ഇനി ഇതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള പാത്രവും കാര്യങ്ങളും എടുക്കാനും അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ആ ഒരു എണ്ണ പിന്നെയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ എടുത്തിട്ട് അത് വേസ്റ്റ് ആക്കാണ്ടും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ ടൈമിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ കട്ട് ഫ്രൂട്ട്സൊക്കെ എപ്പോഴും വേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഇഫ്താറിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എന്തായാലും ഫ്രൂട്ട്സ് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് വെക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഓരോ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരമായിട്ട് എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് ഒഴിവാക്കാനും എല്ലാതും നമ്മൾ ട്രൈ ചെയ്യാനും അത് ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്യാതെ വെക്കുന്നതായിരിക്കും ഒന്നും കൂടെ നന്നായിട്ടുണ്ടാവുക. ആ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ ആ ഒരു ടൈമിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതാ ടൈമില്ലാത്ത നേരത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കട്ട്ലറ്റിന് യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിലേക്ക് എക്സ്ട്രാ കുറച്ച് പൊട്ടാറ്റോസും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാറ്റോസ് ആണ് കേട്ടോ, അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പാലിൻ്റെ പാക്കറ്റൊക്കെ ആണെങ്കിൽ നമ്മളൊരു ചെറിയ കോർണർ കട്ട് ഇട്ടിട്ടാണല്ലോ ഓപ്പൺ ചെയ്യൽ. അപ്പോൾ അങ്ങനെയുള്ള പീസൊക്കെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസൊക്കെ റീസൈക്ലിങ്ങിന് കിട്ടാറില്ല എന്നാണ് പറയൽ. അപ്പോൾ ആ ഒരു റീസൈക്ലിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിൽ ആ ഒരു ചെറിയ കുഞ്ഞു പീസൊക്കെ ആണെങ്കിൽ അവർക്കത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു വലിയ പാക്കറ്റ് ചെയ്യുന്നത് പോലെ ഈസി അല്ല എന്നാണ് പറയൽ. അപ്പോൾ അതൊന്നും ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെയല്ലേ കട്ട് ചെയ്യില്ല. അപ്പോൾ അതൊന്ന് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോർണർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പാലൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. അതുപോലെ ചെറിയ കട്ടിങ്ങിലൂടെ നമ്മൾ ആ ഒരു പാക്കറ്റിൽ നിന്ന് പീസൊന്നും സെപ്പറേറ്റ് ചെയ്യാതെ യൂസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പറ്റാവുന്ന ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇത് കേട്ടപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് ആലോചിച്ചപ്പോൾ ഞാൻ ചെറിയ വൈഡ് കട്ടൊക്കെ കൊടുത്തപ്പോൾ പാലൊക്കെ തുളുമ്പി പോകുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒട്ടും പുറത്തൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും. പുറത്തൊന്നും ആവാതെ തന്നെ നമുക്ക് നീറ്റായിട്ട് തന്നെ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണമെങ്കിൽ അതും കൂടെ നമുക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ്ങില്ലേ അതൊന്ന് വൈഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയും കൂടെ എടുക്കാവുന്നതാണ്. നമ്മൾ പാല് കാച്ചിയൊക്കെ എടുക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ പാലൊക്കെ അധികം പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ അധികം പാലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ടിപ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.